പരിപാടിയുടെ അധ്യക്ഷൻ ബിജു ആട്ടൂർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ആട്ടൂർ അയ്യപ്പൻ നാടൻ കലാസമിതി അതിൻ്റെ 10ാമത് വാർഷിക ആഘോഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർ, പ്രത്യേകിച്ച് ബിജു ആട്ടോ, അഭിനന്ദനം അറിയിക്കുന്നു എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. നമ്മുടെ നാട്ടിൽ അന്യം നിന്ന് പോകുന്ന പഴമയെ തിരിച്ചു കൊണ്ടുവരാൻ, പഴമയിലെ നന്മയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രയത്നമാണ് അയ്യപ്പൻ നാടൻ കലാസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ പുതിയ തലമുറയുടെ ന്യൂജന്റെ കാലഘട്ടമാണ്. 4 പേർ കൂടിയിരുന്നാൽ 4 വശത്തേക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് മൊബൈലിൽ നമ്മൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ചാറ്റ് ചെയ്യുന്നൊരു കാലം. നമ്മൾ തമ്മിൽ നേരിട്ട് സംസാരിക്കാൻ നമുക്ക് വിഷയങ്ങളില്ലാതാവും. തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്തിനോട് പോലും നമ്മൾ വാട്സപ്പിലൂടെ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. വാട്സപ്പും ഫേസ്ബുക്കൊന്നും മോശമാണെന്ന അഭിപ്രായം എനിക്കില്ല. അതൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഓരോ കാലഘട്ടത്തിലും അത് ഉപയോഗിക്കേണ്ട രീതിയിൽ അത് ഉപയോഗിക്കണമെന്നുള്ള അഭിപ്രായം തന്നെയാണ്. പക്ഷേ തീർച്ചയായും അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടിച്ചേരലുകൾ പലപ്പോഴും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒരു 50 വർഷക്കാലത്തിന് മുമ്പുള്ള നമ്മുടെ ഒരു ചരിത്രം നമ്മുടെ ഈ പുതിയ തലമുറയിലുള്ള കൂട്ടുകാരോട് ചോദിച്ചാൽ പക്ഷേ പലപ്പോഴും നമുക്കറിയാൻ വേണ്ടി കഴിയും. കാരണം നമ്മുടെ സമൂഹം 50 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ 60 വർഷത്തിനൊക്കെ 70 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നൊരവസ്ഥയിലല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്ന നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയും. ഇത്തരമൊരവസ്ഥയിലേക്ക് എത്താൻ നമ്മുടെ പിതാക്കന്മാർ കുട്ടികന്മാർ നടത്തിയിട്ടുള്ള തീവ്രമായിട്ടുള്ള പരിശ്രമങ്ങളുണ്ട്. ഒരുപാട് എന്താ പറയുക, ത്യാഗം സഹിച്ചുകൊണ്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമുക്ക് എത്തിച്ചാൽ കഴിഞ്ഞ അവസ്ഥയാണ് എന്നത്. പക്ഷെ ഇതറിയാത്ത പല ആളുകളിൽ നിന്ന് സമൂഹത്തിൽ നിന്ന് പലപ്പോഴും മുഖ്യധാരയിൽ നിന്നും മാറിപ്പോകുന്നൊരവസ്ഥ, വഴിതെറ്റി പോകുന്നൊരവസ്ഥ പൊതുവെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ വേണ്ടി കഴിയുകയാണ്. അവരെയൊക്കെ തന്നെ നമ്മുടെ ആളുകളെ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ കഴിഞ്ഞുപോയ ഇന്നലകളെ ഓർമ്മപ്പെടുത്താൻ, ആ ഇന്നലകളിലെ നന്മകളെ ഓർമ്മപ്പെടുത്താൻ ഇത്തരത്തിലുള്ള പരിപാടികളെ സഹായിക്കുമെന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള പരിപാടി നമ്മുടെ ക്ഷണിക്കപ്പെട്ട വിശിഷ്ട അതിഥികൾ കൂടി പങ്കെടുക്കുമായിരുന്നെങ്കിൽ വളരെ കുറെ കൂടി നല്ല ആകർഷകമാകുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. ബിജു ആകട്ടെ വളരെ വൈകാരികമായിട്ട് ബിജുവിന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു. ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടേറിയ പ്രയാസമേറിയ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ബിജുവിനെ പോലുള്ള ആള് വളരെ പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുമ്പോൾ അത്തരത്തിലുള്ള പരിപാടികൾ ക്ഷണിക്കപ്പെട്ട ആളുകൾ എത്തിച്ചേരാതിരിക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാകുക സ്വാഭാവികമാണ്. എനിക്ക് തോന്നുന്നത് തൃശ്ശൂരിൽ സർക്കാരിന്റെ 2ാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിപാടികളുടെ സമാപന സമ്മേളനം ഇതേ സമയത്ത് നടക്കുന്നു എന്നുള്ളത്. അത്തരമൊരു പരിപാടിയിലാണ് സുനിൽകുമാറും സുനിൽകുമാറൊക്കെ ബിജുവാട്ടോറുമായിട്ട് നിരന്തരം എല്ലാ പരിപാടികളും സഹായിച്ചു പോകുന്ന ആളാണ്. സമയമുണ്ടെങ്കിൽ എത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ബിജുവാട്ടോറിന്റെ പരിപാടി ഒഴിവാക്കാത്ത ഒരാളാണ് സുനിൽകുമാർ എന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാൻ വേണ്ടി കഴിയും. അദ്ദേഹം തീരെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു ചരിത്രം ഒഴിവാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് എത്തിച്ചേരാതിരിക്കുന്നതെന്നാണ് നമുക്കും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എങ്കിലും അവിടെ ഭാവത്തിന് പരിപാടി വളരെ ഗംഭീരമായിട്ട് നടത്തിയാണ്. ഈ പരിപാടി ഇത്തരത്തിലുള്ള ഒരു രീതിയിൽ നല്ല രീതിയിൽ സംഘടിപ്പിച്ച അയ്യപ്പൻ നാടൻ കലാസമിതിയുടെ മുഴുവൻ പ്രവർത്തകർ, പ്രത്യേകിച്ച് ബിജു ആട്ടൂരിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഈ 10ാമത് ഈ ഉത്സവത്തിന് എന്നെ ക്ഷണിക്കാൻ മനസ്സിലാക്കിയ സംഘാടകരോട് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയെ വരാൻ പോകുന്ന നാളുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഈ പാവപ്പെട്ട ആളുകളുടെ പിന്നണിയിൽ നിൽക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ എന്ന നിലയ്ക്ക് ഞാൻ ഇതിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും